നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് അനുപമ പരമേശ്വരൻ ഫേസിങ് ദ നാസിസ്റ്റ് ബോയ് ഫ്രണ്ട് ടോർച്ചർ ഓഫ് ദ ഇയർ എന്നാണ് നമ്മൾ ഡിസ്കഷൻ നടന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഈ അനുപമ പരമേശ്വരൻ എന്ന് പറയുന്നത് ഒരു ഉള്ള കുട്ടിയല്ല. ഇന്നലെ സിനിമയിലേക്ക് വന്ന് ഇന്ന് ബോയ് ഫ്രണ്ട് പീഡിപ്പിച്ച അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ പലതരത്തിലുള്ള മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയല്ല. കാരണം അനുപമ പരമേശ്വരൻ്റെ പ്രേമം മുതൽ അങ്ങോട്ടേക്ക് മലയാളത്തിൽ നിന്ന് എല്ലാവരും ഏകദേശം ഒഴിവാക്കിയ പോലെ ഇട്ടു. അവസരങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പിന്നെ തെലുങ്കിലേക്കും കന്നഡയിലേക്കും തമിഴ്നാട്ടിലൊക്കെ ചേക്കേറി അവിടെ നല്ല 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 പടങ്ങളൊക്കെ ചെയ്ത് നല്ല പേരൊക്കെ എടുത്ത് ഒരുപാട് നടന്മാരെയും ഒരുപാട് സംവിധായകരെയും ഒരുപാട് പ്രൊഡ്യൂസർമാരെയും ഒരുപാട് കാസ്റ്റിംഗ് കോച്ചുകളൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അവർക്കൊക്കെ മറുപടി കൊടുത്തിട്ടും വളർന്നു വന്നൊരു നടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു യുവനടൻ്റെ, തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു യുവനടൻ്റെ ഇംഗിതങ്ങൾക്കും അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ബലിയാടാകാൻ വിധിക്കപ്പെട്ട ഒരു നടിയല്ലല്ലോ. അതാണ് പ്രേക്ഷകരുടെ മെയിൻ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വിക്ടിം കാർഡ് ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ഇന്നലത്തെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ലെറ്റ്സ് സീ ദ വീഡിയോ. ഇത് വളരെ ലൈറ്റ്ലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് വെറുതെ ഒരു ടേം ആണ്, അത് എല്ലാവരും ഫ്ലിപ്പന്റ്ലി യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കുറ്റം, നമ്മുടെ തെറ്റുകൾ എന്താണ് തിരിച്ചറിയാതെ വേറൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ നാർസിസിസ്റ്റിക് അബ്യൂസ് അത് എന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്ക് ഒരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലൂടെയോ നമുക്ക് ഒരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇമാജിൻ മൈ ഫാമിലി മൈ ഡിയറസ്റ്റ്. അതായത് ഇവർ പറയുന്ന എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഈ നടിക്കോ ഇന്റർവ്യൂ നടന്ന ധന്യാവർമ്മക്കോ വലിയ പിടിപാടില്ല എന്നുള്ളതിന് തെളിവാണ്. അതായത് ധന്യാവർമ്മ വ്യക്തമായിട്ട് ചോദിച്ചു. ധന്യാവർമ്മനെ വലിയ രീതിയിൽ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മളെപ്പോലെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾ. അവർ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ഈ കടന്നുപോയ കാര്യത്തെ ലൈറ്റായി കാണുന്നു, അത് വലിയ കാര്യമല്ല ഇതൊന്നും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു അഫെയറിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കാതെ ഒരു ഭാഗം മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനെ തെറ്റായി കാണുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നതല്ല, ഒരു എ അല്ലെങ്കിൽ ഒരു ബി പേഴ്സൺ പറയുന്നതല്ല. നിങ്ങളീ പറയുന്ന നാർസിസ്റ്റിക് അബ്യൂസിനൊക്കെ നിന്ന് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു നഴ്സറി കുട്ടിയല്ല അനുപമ എന്നുള്ള ബോധ്യം ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഇങ്ങനെ നിങ്ങളീ പറഞ്ഞ പോലെ നാർസിസ്റ്റ് ബിഹേവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോപാത്ത് ബിഹേവിയർ ഉള്ള ഒരാളുമായി അയാൾ അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണെന്ന് മനസ്സിലാക്കാൻ ഏറി വന്ന 6 മാസം വേണ്ടി വരും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ 2 കൊല്ലം ആ കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ കാര്യങ്ങളുമൊക്കെ അയാളുടെ അടിമത്തത്തിലേക്ക് കൊണ്ട് കീഴടങ്ങി വെച്ചുകൊണ്ട് ജീവിച്ചതിന് ശേഷം ഇപ്പൊ വന്നിരുന്ന് നിലവിളിക്കുന്നത്, ആ നിലവിളി ശബ്ദമിടൂ, എന്നെ കയറ്റി കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് കരയാൻ പാകത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് എങ്ങനെ? ആ സാഹചര്യമാണ് ഇവിടെ വിശദമാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കാർഡ് അടച്ചുകൊണ്ട് അയാളെ ബ്ലെയിം ചെയ്തിട്ടോ നിങ്ങൾ വിക്ടിം കാർഡ് പ്ലേ ചെയ്തിട്ടോ ഒരു തരത്തിൽ ഒരു ക്ലീഷേ ഡ്രാമ ക്വീൻ ക്ലീഷേ പ്രോഗ്രാമാക്കി മാറ്റിയത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിനി വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇനി അവർ വരാൻ പോകുന്ന എന്തെങ്കിലും പടങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്തേക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊസൈറ്റിയുടെ ഒരു സോഫ്റ്റ് കോർണർ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണമെന്നുള്ള നിങ്ങളുടെ ഈ ഒരു ഷോയിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഈ ഒരു പ്രോഗ്രാം പരാജയപ്പെട്ടോ എന്ന പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. They all knew from the beginning it is not right for me because they see a change in me. They see me shrink. When you're in a healthy relationship, you grow, you bloom, you be happy. In narcissistic abuse in ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. Claude for project managers in 28 days.
അതായത് ഇവര് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് അവര് ശ്രിങ്കായി പോയി, അവരുടെ ക്യാരക്ടർ പോയി, അല്ലെങ്കിൽ അവരുടെ പിന്നെ സന്തോഷം കെട്ടുപോയി. അവര് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇപ്പറഞ്ഞ അനുപമ അവിടെ ഹാപ്പി ആയിരുന്നു ആ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടല്ലേ അവരവിടെ സ്റ്റേ ചെയ്തത്. പിന്നെ ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളും അയാളും തമ്മിൽ എന്തോ ടേംസ് ഓഫ് കണ്ടീഷനിൽ തെറ്റി, അല്ലെങ്കിൽ ഈ കുട്ടി കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ എന്തോ ഒരു കാണാൻ പാടില്ലാത്ത കാഴ്ച ഈ കുട്ടി കണ്ടു, അപ്പോൾ ഫ്ലിപ്പായി എന്നാണ് പറഞ്ഞത്. തുറന്നു പറഞ്ഞാൽ മതിയല്ലോ, അവൻ്റെ എന്തൊക്കെയാ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിന്റിൽ നിന്ന് ഫ്ലിപ്പായ ഈ കുട്ടി ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ഇത് വലിയൊരു സംഭവം നടന്നു, നിങ്ങളെ എന്തോ തരത്തിൽ കൊല്ലാൻ നോക്കി എന്നുള്ളൊരു നെറേറ്റീവ് പോകുന്നത് എങ്ങോട്ടേക്കാന്ന് നോക്കും. അവരൊരു മോഡസ് ഓഫ് എക്സ്പ്ലനേഷൻ നോക്കുവാണെങ്കിൽ യു വിൽ ഫൈൻഡ് വെരി ഡ്രമാറ്റിക്. ഒരാൾ മോശമായിട്ട് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ പൊട്ടമാണെന്ന്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നാർസിസിസ്റ്റിക് അബ്യൂസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് വെരി സൈലന്റ്. ഞാൻ പറയാൻ കാരണം ദർ ഇസ് ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel basically. So avarku basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയാണ്. The opposite poles attract. They attract someone who is extremely different from that. By extremely confident ആയിട്ടുള്ള independent ആയിട്ട്. ഇതെന്തൊക്കെയാണ് അനുപമയെ പറയുന്നത്? ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് എന്നു. അതെ, ഓപ്പോസിറ്റ് പോൾസ് ഒരു ആണും പെണ്ണുമാണ് ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റും സന്തോഷമുള്ള കുട്ടിയാണോ? അതിനൊരു എക്സ്പ്ലനേഷൻ ക്ലിയർ അല്ല. Extremely secure. അങ്ങനത്തെ ഒരു ആൾക്കാരെ they target them and they try to observe them. They kind of mirror them and then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്ത് ഒരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathu ennu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പൊ ഞാനൊരു കുറെ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പൊ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling ഒരു empathy, ഒരു connection തോന്നും. Then we start talking about us. അപ്പൊ this person would want to know more about us. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്തത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് what we psychologically feel is that it's a twin flame. Like vulnerable ആവാണ്, നമ്മൾ extremely vulnerable ആവാണ്. And this love feels so right. They are very very convincing with their performance that it feels so right that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മോളെ അനുപമയെ എനിക്ക് തോന്നുന്നു ഈ അനുപമ ആദ്യമായിട്ടാണ് ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു അഫെയറിൽ ഇൻവോൾവ് ആകുന്നത് എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു അഫെയറിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിക്സാണ് നിങ്ങളീ പറയുന്നത്. ഒരാളുമായി കൂടുതൽ അടുക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക, അവർക്ക് ഇഷ്ടമുള്ളത് മനസ്സിലാക്കുക. ഇതൊന്നും ഒരു നാർസിസ്റ്റ് ചെയ്യുന്ന പരിപാടി നാർസിസ്റ്റ് മാത്രമേ ഇങ്ങനെ ചെയ്യൂ. എല്ലാവരും എല്ലാ റിലേഷൻഷിപ്പിലും ഓക്കെ ഒരാൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, എന്തിന് അവർക്ക് ഇഷ്ടമുള്ള കളറുകൾ,
അവർക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത് അത് പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇവളിപ്പം ഈ അനുഭവം ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. നമുക്ക് ഒരാളോട് വെറുപ്പ് തോന്നിയാൽ ആ വെറുക്കുന്നവളെ വെറുക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും നിങ്ങളും അവരും തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെറുപ്പുളവാക്കും. അത്രയേ ഉള്ളൂ ഈ എക്സ്പ്ലനേഷനെ പറ്റിയുള്ള മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് തന്നെയാണ് ഇഷ്ടത്തിൻ്റെ കാര്യത്തിലും. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വാല്യൂ വെക്കും, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പിന്നെ ഒരു നല്ലൊരു ഡിഗ്നിറ്റി കൊടുക്കും, റെസ്പെക്റ്റ് കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് അതിന് പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ട. നിങ്ങൾ അയാളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങളുടെ റെസ്പെക്റ്റിന് കാരണം നിങ്ങളതിൻ്റെ ആ ഡിഗ്നിറ്റിക്കുള്ള വാല്യൂസ് ആക്കി നിങ്ങൾ മാറ്റും. അതായത് ഒരു കോപ്പും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അയാളോട് ഇഷ്ടമുണ്ടാകും. കാരണം എന്താണ്? നിങ്ങൾക്ക് അയാളെ ഇഷ്ടമാണ്. ഇഷ്ടത്തിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കൊരാൾ ഇപ്പോൾ നിങ്ങൾ അയാളുമായി തെറ്റി, ഇതിനൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന നടിയും ഈ പറഞ്ഞ ആളും തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ വിഷയമുണ്ടായി, അപ്പോൾ തെറ്റി, ബ്രേക്കായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങളും അയാൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നാർസിസ്റ്റ് ബിഹേവിയറും അയാൾ കൊല്ലാൻ നോക്കിയെന്നും അയാൾ ശ്വാസം മുട്ടിച്ചെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം വെറുപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ടു ഹിം ഈസ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ് റിഡിക്കുലസ് ബിഹേവിയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അയാൾ ചെയ്യുന്ന ഇത് അയാളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് നിങ്ങളടുത്ത് താല്പര്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം താല്പര്യമായിട്ട് മാറും. താല്പര്യമില്ലായ്മ വന്നു കഴിഞ്ഞാൽ എല്ലാം താല്പര്യമില്ലാത്തതായിട്ട് മാറും. ഇതിനെ പണ്ടാരോ കവി പറഞ്ഞതുപോലെ മനുഷ്യനാണ് മടുക്കും. മനുഷ്യൻ ആദ്യം മാറും, മനുഷ്യൻ മാറും, വിൽ ചേഞ്ച്, എന്നിട്ട് മറക്കും, എന്നിട്ട് മടുക്കും, ലാസ്റ്റ് മരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരാളുമായിട്ട് നല്ല ബന്ധത്തിൽ നിന്നിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ നന്മയടക്കം തിന്മയായിക്കൊണ്ട് പിന്നെ വിളിച്ചു പറയാന്നുള്ളത് ഒരു ചീപ്പ് പൊളിറ്റിക്കൽ ഒരു സത്തയറാന്ന് പറയേണ്ടി വരും. പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. എന്നാലും കേൾക്കാം. That's the first phase of narcissism where they love bombing. And how long was that phase for you? It's like you can't differentiate it, because like 2 years, അതായത് ഈ relationship itself is trans. Like ഇതിനുള്ളിൽ കൂടെ തന്നെ parallelly അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൺട്രോളിങ് ഫേസ്. Slowly they start taking control. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോളാണ് അനുവിനെ ഫേസ് ചെയ്യുന്നത്. ഇവരെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറയാ, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. Then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and be like, oh, baby, you look so beautiful in churidar. Okay. This is the best thing. You look like my wife material. Okay. And then you're like, Chetan, oh my God, he likes it so much. Wait. Stop. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ തന്നെ ഉണ്ട്. നിങ്ങൾ യു ആർ എ വീക്ക് പേഴ്സൺ വിത്ത് വീക്ക് ലൈക്ക് ഒരാള് നമ്മളെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പരിധിയുടെ അപ്പുറം ഫ്ലാറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളെ ഒരു പരിധിയുടെ അപ്പുറം നിങ്ങളെ അയാൾ സുഖിപ്പിക്കുന്നുണ്ട്. സോപ്പിടുക എന്ന് പറയും, നമ്മൾ സോപ്പ് തേച്ച് പതപ്പിക്കുക എന്ന് പറയും. അനാവശ്യമായിട്ട് ഹി ഈസ് ഹാവിങ് സം ടാർഗറ്റ്. നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങളെ അത്രയും ബ്ലാബർ ചെയ്തുകൊണ്ട് യു ആർ സോ മറ്റേതാണ് മറിച്ചാണ്, ബിക്കോസ് യു ആർ ഓൾറെഡി എ സെലിബ്രിറ്റി ആൻഡ് യു ആർ എ സൈൻ ആക്ട്രസ്. ഓക്കെ, അപ്പോൾ യു ആർ ഗുഡ് ലുക്കിംഗ്, അത് നിങ്ങൾക്കും അറിയാം അയാൾക്കും അറിയാം. അപ്പോൾ നിങ്ങളൊരു ചുരിദാറിട്ട് വന്നതുകൊണ്ട് മാത്രം നിങ്ങളെ അങ്ങ് പൊക്കിയടിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് നിങ്ങൾക്ക് വേണ്ടേ? മനസ്സിലായോ? നിങ്ങളെ ഒരാൾ
പരിധിയിൽ കൂടുതൽ ഒരാൾ പറയുന്നു, ഒരാൾ നിങ്ങളുടെ അടുത്ത് വേണ്ടി പറയുന്നു യു ലുക്സ് ഗുഡ്, ദാറ്റ്സ് ഓക്കെ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബേസിക്സ്, നിങ്ങളുടെ ലവറായാലും ശരി, പിന്നെ നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നതായാലും ശരി, നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും ശരി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അതവിടെ ആ ഒരു ബൗണ്ടറിയാണ് നമ്മൾ വരക്കേണ്ടത്. ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യം, ഏതൊരു റിലേഷൻഷിപ്പിലും ദർ ഷുഡ് ബി എ പോയിന്റ്, ദർ ഷുഡ് ബി എ ലിമിറ്റ് വേർ യുവർ പേഴ്സണൽ തിങ്സ് ആർ കെപ്റ്റ് ഫോർ യു ഓൺലി. നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സൗന്ദര്യം എന്താണെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ അതിൽ മറ്റൊരാളുടെ ഓവർ വർണ്ണന അല്ലെങ്കിൽ ഓവർ ആക്ടിങ് നിങ്ങളെ എഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിത് കേട്ട് സുഖിച്ചു, ഓ ഞാൻ ഭയങ്കര സംഭവമാണ്, അയ്യോ ഞാൻ ഭയങ്കരമെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. എന്തിനാണ് ആ ഇല്യൂഷനിൽ അല്ലെങ്കിൽ ആ ഹാലുസിനേഷനിൽ നിങ്ങൾ പോയി വീണത്? എന്തിനാണ്? അല്ലെങ്കിൽ either of you are guys are in some hallucination, maybe in some hallucination. I cannot say in, because നമുക്ക് അറിയാത്ത കാര്യം 100% കൺഫേം ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ സേ അവർ അസംഷൻസ്. അങ്ങനെ ആവാമെന്നേ പറയാൻ പാടുള്ളൂ. ആണത്രേ ഉണ്ടത്രേന്നേ പറയാൻ പാടുള്ളൂ. ഉണ്ടത്രേ, കേട്ടോ? ഓക്കെ, സോറി. ഇത് പറഞ്ഞ പോലെ പണ്ടാരോ പറഞ്ഞ പോലെ ഒരു പരിധി വരെ ഓക്കെ, യു ക്യാൻ ഹാവ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആരെയായാലും ആരുടെ ബേസിലായാലും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞ അടിക്കണില്ല. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകുന്നേക്കാ, ഓ ബേബി why do you want to wear sleeveless today, it's very hot outside, maybe something not comfortable, and you'll be he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today baby? നമ്മൾ ഓപ്ഷൻസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission what you wear, and then you start wearing whatever that person decides. ഇത് എക്സ്ക്യൂസ് മീ അനുഭവം, അതായത് ഇതൊരു കഥയുടെ വേറെ വെർഷൻ ആയിക്കൂടെ? മേ ബി യു സ്റ്റാർട്ടഡ് ദിസ് ഗെയിം ഓഫ് സെൻഡിങ് പിക്ചേഴ്സ് ഓഫ് ഔട്ട്ഫിറ്റ്സ് വാട്ട് യു ഗോണ ടു വെയർ എ ഡേ ടു ഹിം. നിങ്ങൾ നാളെ എന്താണ് ഇടാൻ പോകുന്നതെന്ന് നിങ്ങൾ അയാൾക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് ഓക്കെ ആണോ എന്നുള്ള വാലിഡേഷൻ നിങ്ങൾ 1-2 തവണ അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അയാൾക്കതൊരു ഹോബി ആയിട്ടുണ്ടാവും. ഹി ഗെറ്റ് അഡിക്റ്റഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് ഗെയിം. ലൈക്ക് ഇതെന്താ നാളെ എന്താ ഇടുന്നത് എന്നെ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. യു ഗേവ് ഹിം ആൻ അതോറിറ്റി ദാറ്റ് സോ ദാറ്റ് every single thing of yours should be reported to him as a reporting authority. അതായത് നിങ്ങളുടെ ഏതൊരു ചുക്കും ചുണ്ണാമ്പും അവൻ അവിടെ അറിയിക്കണമെന്നുള്ള രീതിയിലുള്ളൊരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്കും നല്ലൊരു പങ്കുണ്ട്. then how could you blame a person only for that? നിങ്ങൾ അയച്ചു കൊടുത്താലേ അയാൾ കാണുന്നുള്ളൂ നാളെ എന്താ ഇടാൻ പോകുന്ന പിക്ചർ. You can tell him that sometime I change my mind to the mood. ചിലപ്പോൾ നാളെ ഇടുന്ന ഡ്രസ്സ് മറ്റന്നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ നാളെ ഇടും. അതൊന്നും നിന്നെ അറിയിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം മാന്യമായ രീതിയിൽ അറിയിക്കാനുള്ള എല്ലാ കഴിവുമുള്ള ഒരു കുട്ടിയാണ് അനുഭവം. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, ഇത്രയും കാര്യങ്ങൾ മനോഹരമായി പറയാൻ പറ്റുന്ന അനുഭവം അത് പറയില്ലെന്നാണ്. സോ ഞാൻ പറഞ്ഞതിന് വീണ്ടും I say again, something happened in between you guys and you guys got a breakup, and then you started play the victim card and you started blaming him for everything. Maybe that guy is a kind of stubborn or stupid, maybe can be. അയാളൊരു പുണ്യാളനാണെന്നോ പിന്നെ അയാൾ മദർ തെരേസയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ക്ലീഷേ ഡയലോഗുകളും ഡ്രാമ ക്യൂൺ പ്ലേയും കുറക്കായിരുന്നു. ബിക്കോസ് യു ആർ എ സെലിബ്രിറ്റി വിത്ത് എ ഗുഡ് ഇമേജ്. വെറുതെ ആൾക്കാരുടെ അടുത്ത് നിന്ന് തെറിവിളി സ്വയം കേൾപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രചരണമായി പോയി നിങ്ങൾ നടത്തിയത് എന്നുള്ളൊരു അവിനീതമായ അഭിപ്രായം അറിയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയേക്കാം. You post something and the person will say, I think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി Instagram we delete that picture. Instead we repost it again, and from the next time we delete the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, it shows that you're more affectionate towards your audience. So better you ask Chetan for a comment. You saw
പണിഷ്മെന്റ്സിലൂടെ യു വിൽ ലൈക്ക് ഓക്കെ ലെറ്റ്സ് അവോയ്ഡ് ദ സിറ്റുവേഷൻ, അവോയ്ഡ് ദാറ്റ് കോൺവെർസേഷൻ, അവോയ്ഡ് ദിസ്, അവോയ്ഡ് ദിസ്, അവോയ്ഡ് ദിസ്. അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ ഓരോ ബ്രാഞ്ചസിനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഈ പണിഷ്മെന്റ്സ് എന്താണ്? ചെറുതായിരിക്കും, അതായത് ഈ പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് പെട്ടെന്നൊരു എഫെക്ഷൻ വിഡ്രോവൽ ആയിരിക്കാം. See, by this time when they start this control factor, they would just get so attached to an extent, like after the first couple of dates, you're taken to their house, their home, you're meeting their family, having lunch with them. And in 3 months, the person is talking about engagement. The family is asking, where can you put the engagement? Which destination do you prefer? How many people do you want? ഇത് 3 മാസത്തെ 3 months into the relationship, it can't be that fast. It can't be. And for the people, they call you gold digger and all. My dear girl, so pathetic to hear. അതായത് 3 മാസത്തിലെ ഒരു റിലേഷൻഷിപ്പിൽ അവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എവിടെ നിന്നാണ് എൻഗേജ്മെൻറ്റ് നടത്തേണ്ടത്, എത്ര ആൾക്കാർ, ഹൗ മെനി പീപ്പിൾ യു ആർ ഗോയിങ് ടു ബ്രിങ് ടു ദ എൻഗേജ്മെൻറ്റ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു പിന്നെ ഹൂ ഗിവ് ദം ദ അതോറിറ്റി ടു ഡു തിങ്സ് സോ. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ അവരെന്താ അങ്ങനെ ചോദിച്ചതെന്നല്ല. ഈ പറഞ്ഞ പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ സോ കോൾഡ് ഇൻ എഫെക്ഷൻ ഉള്ള പേഴ്സൺ ആയിക്കോട്ടെ, ഓർ വാട്ട് എവർ യു കോൾ, ഈ ആൾക്കാർ 3 മാസമോ 3 ദിവസമോ 3 വർഷമോ ആയാലും എന്തെങ്ങനെയായാലും വാട്ട് എവർ, അതിനൊന്നും ടൈം പീരീഡ് ഒന്നും ഒരു മാൻഡേറ്ററി അല്ല. ഹൂ ഗേവ് ദം ദ അതോറിറ്റി? നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളത് കേട്ട് നിൽക്കുമെന്നുള്ള ഒരു അടിമത്ത സ്വഭാവത്തിൽ അവരുടെ അടുത്ത് പെരുമാറിയത് ആരാണ്? അവരല്ലല്ലോ എന്തായാലും. നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞു വന്നിട്ട് നിലവിളി ശബ്ദമിടുമെന്ന് പറയുന്ന കുട്ടി തന്നെയല്ലേ അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു സ്പേസ് ആരാണ് കൊടുക്കുന്നത്? സി, ഇൻ എനി റിലേഷൻഷിപ്പ്, ഏതൊരു റിലേഷൻഷിപ്പിലും ഒരാളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ ഒരാളടുത്ത് ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി, വാട്ടെവർ, ഞാൻ എവിടെയും പോയി, ഞാൻ മിണ്ടുന്നില്ല. അല്ല, അവർ പറയുന്നത് ഞാൻ പറയാം ഓക്കെ സാർ, ഓക്കെ സാർ, യെസ് സാർ. അപ്പോൾ ആ കേൾക്കുന്ന ആളെന്താ വിചാരിക്കുന്നത്? ഇവനൊരു അടിമയാണ്, ഇവനെ പിടിച്ച് എന്ത് ജോലിയും ചെയ്യിപ്പിക്കാം, ഇവന് ശമ്പളം കൊടുക്കണ്ടെന്ന്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഇത്രയും നടന്നിട്ടുള്ളൂ. നിങ്ങൾ ഇത്രയും മനോഹരം, ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പാണ് ഈ മനോഹരമായി സംസാരിക്കാൻ പഠിച്ചതെങ്കിൽ ഓക്കെ, ഐ അഗ്രി വിത്ത് യു. അല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ സംസാരശേഷിയും തിങ്കിങ് എബിലിറ്റിയും അന്നേരം ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഉണ്ടായിരുന്നെങ്കിൽ for what on earth made you a slave of them that time? ആ സമയത്ത് ഈ ആളുടെ വൈഫാകാമെന്നോ അല്ലെങ്കിൽ ഈ ആളുടെ ഫാമിലിയിലേക്ക് ഒരു അംഗമാകാമെന്നോ നിങ്ങളും കരുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എൻഗേജ്മെന്റ്, നിങ്ങൾ എത്ര ആളെ കൂട്ടി വരുമെന്നൊക്കെ ഒരാൾ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ, യു ആർ ഇൻ ടു ദിസ് ഗെയിം. ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന്റെ ഉള്ളിൽ നിങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നത് ഈ സർക്കിളിൽ എത്ര വീതിയും വിസ്താരമുണ്ടെന്ന് അവിടുന്ന് ചോദ്യം വരുന്നത്. അല്ലെങ്കിൽ ആ സർക്കിളിന്റെ അടുത്തേ നിങ്ങൾ പോകുന്നില്ല. യു കീപ്പ് എ ഗുഡ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകാം, നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം, അവരുടെ കൂടെ ടേബിളിൽ ഇരിക്കാം. ബട്ട് ഇഫ് യു ഹാവ് കെപ്റ്റ് യുവർ ഡിഗ്നിറ്റി ഇൻ യുവർ ഹാൻഡ്സ്, ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എപ്പോൾ എൻഗേജ്മെന്റ്, നിങ്ങൾ എത്ര ആളെ കൊണ്ടുവരുന്നുണ്ടെന്ന് ചോദിക്കില്ല. ഇത് ഞാൻ പറഞ്ഞ സ്കീമാണ്. യെസ് സാർ, ഓക്കെ സാർ, യുവർ എക്സലൻസി സാർ. നിങ്ങൾ കുനിഞ്ഞു നിന്നു, അപ്പോൾ അവർ നിങ്ങളെ തലയിൽ ചവിട്ടി, അത്രേ ഉള്ളൂ. ആസ് മൈ തിങ്കിങ്, അല്ലെങ്കിൽ മൈ വേ ഓഫ് അസംഷൻസ്, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്, അല്ലാതെ ഞാൻ സ്വന്തമായി കഥ എഴുതി ഉണ്ടാക്കിയ ഡയറക്ടറല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ നിന്ന് ഐ ക്യാൻ റീഡ് സം തിങ്സ്. All these names, no, for the people like that who have been calling me dad, there's one thing I want to make clear, that I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. I am the one who constantly stopped the engagement call because I knew this was not love, this was just desperation, so that I would quit acting. അനു തന്നെയാണ് തീരുമാനിച്ചത് I don't want to get engaged now. Nobody can deny it. Whenever they ask me, I always said I think this person is really young. I think we need to take a little more time. I think it's not the right time. I am ready. I'm okay. I have time.
പോയിരിക്കുന്നു, അങ്ങനെ ഒരു ടോപ്പിക്കിലൊക്കെ വന്നിരുന്നു. ഞാൻ കേട്ടത് മാറിപ്പോയതാണോ? ജസ്റ്റ് എ മിനിറ്റ്. What did she said? Whenever they ask me, I always said, I think this person is really young. I think we need to take a little more time. I think it's not the right time. I am ready. I'm okay. I have time. We can do another thing. If it kids are concerned, you can do egg freezing, all these stuff. But let them take time. യെസ്, എഗ് ഫ്രീസിങ്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് തയ്യാറാണ്, കല്യാണത്തിന് തയ്യാറാണ്, പക്ഷെ ഇപ്പം തയ്യാറല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ മറ്റുള്ള നടിമാർ മറ്റുള്ള ആൾക്കാരും ചെയ്യുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിനെ അവർ അംഗീകരിച്ചില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് അവരുടെ കുറ്റം വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ കുട്ടി? ഇറ്റ് വാസ് എ മ്യൂച്വൽ അഗ്രിമെന്റ് ടു ഡിസഗ്രി, റൈറ്റ്? Grow എന്നുള്ളത്, I've postponed this thing so many times in the relationship because I understood that this is not because of love. This is desperation to get someone under control. അത് ക്ലിയർ ആയിട്ട് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും there is something in your gut that says that this is too fast, this is not right, and by that time you are walking on eggshells. You are supposed to feel at peace beside your partner, but you're always worried, like എന്താ പറയാ, how നമ്മൾ അയാളുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളാണെങ്കിൽ പോലും സൈക്കോളജിക്കലി യു ഹാവ് ടു റിഹേഴ്സ് ദം. ഒരു തവണ മനസ്സിൽ ആലോചിച്ച് what if I say this, what is their reaction would be എന്നുള്ള ഒരു കാര്യം നമ്മൾ റിഹേഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മനസ്സിലായി. And when you're walking on eggshells and you're constantly like അതായത് കുട്ടി, uncertain about. പണ്ട് ഒരു ആൾക്കാർ പറയും, താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ മറ്റാരെങ്കിലും കയറിയിരിക്കും. അത്രേ സംഭവിച്ചുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. എനിക്ക് മനസ്സിലായില്ലേ? നിങ്ങളായി നിന്നില്ല. നിങ്ങളവിടെ അടിമത്തം, സ്ലേവറി കുറച്ച് കാണിച്ചു നിന്നു. അപ്പോൾ അവർ കരുതി ഇത് മതി, ഇവിടെ സെറ്റാണ്, ഓക്കെ ആണെന്ന് കരുതി. പിന്നെ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം യു റിയലൈസ് ദാറ്റ്, നിങ്ങൾ മനസ്സിലാക്കി ഞാൻ എൻ്റെ ക്യാരക്ടർ ഇൻഹിബിറ്റ് ചെയ്ത്, എൻ്റെ ക്യാരക്ടർ ഒളിപ്പിച്ച് വെച്ച് ഇവർക്ക് വേണ്ടി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ലൈഫിലും അഭിനയിക്കുകയാണോ, എൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടുകയാണോ എന്ന് തോന്നി നിങ്ങൾ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിൽ അവരും പറഞ്ഞു ഗെറ്റ് ഔട്ട് ഹൗസ്. ഇതാണ് കഥ. ഈ കഥയെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ച ഈ കുട്ടിക്കും ഈ കുട്ടിയെ ഇങ്ങനെ ഇതൊക്കെ പറയാൻ പ്രേരിപ്പിച്ച ഇന്റർവ്യൂറിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ കഥയിൽ ഇനി അധികം സംസാരമൊന്നുമില്ല. സോ ദിസ് ഓൾ വാസ് മൈ അസംപ്ഷൻസ്, ക്യാൻ ബി മിസ്റ്റേക്ക് ഇൻ സം പാർട്സ്, ബട്ട് ഓൾ വാസ് ബേസ്ഡ് ഓൺ ഹർ ടോക്കിങ്സ് ആൻഡ് ദ വേ ഷീ മാനിപ്പുലേറ്റഡ് തിങ്സ്. So I was just briefing my opinion on that. Thank you. See you in the next video, guys. Bye.